അടുത്തതായി നമ്മൾ പറയാൻ പോകുന്നത് സ്ക്രീൻഷോട്ടിനെ കുറിച്ചാണ്. സ്ക്രീൻഷോട്ട് എന്ന് പറഞ്ഞാൽ നമുക്കിതിന്ന് ആവശ്യമുള്ള ഭാഗം മാത്രമായിട്ട് നമുക്ക് സ്ക്രീൻഷോട്ട് എടുക്കാനും, പക്ഷേ വേർഡിലുള്ള സ്ക്രീൻഷോട്ട് എന്തെന്ന് വെച്ചാൽ നമ്മളിവിടെ ഏതെങ്കിലും ഒരു ഭാഗം മിനിമൈസ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ, എക്സാമ്പിൾ മിനിമൈസ് ചെയ്യാതെ തന്നെ നമ്മൾ അതിൻ്റെ മുകളിലൊരു പേജ് നമ്മളിവിടുന്ന് ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ, എക്സാമ്പിൾ നമ്മളിവിടെ ബ്രൗസർ ഓപ്പൺ ചെയ്തു, ഇതിൻ്റെ മുകളിൽ വേർഡ് ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മളിവിടെ സ്ക്രീൻഷോട്ടിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആ ഓപ്പൺ ചെയ്ത ആ ഫയൽ അല്ലെങ്കിൽ ഏതാണോ ആ പേജ് അത് നമുക്കിവിടെ കാണിക്കും. അതിൻ്റെ സ്ക്രീൻഷോട്ട് നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്ത് വരും. ഇനി അതല്ല, നമുക്കിവിടെ ഇതുപോലെ മിനിമൈസ് ചെയ്ത് വെച്ചിട്ടില്ലെങ്കിൽ, അതായത് ഒരു ഫയൽ നമ്മളിവിടെ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടില്ലെങ്കിൽ നമ്മളിവിടെ വന്ന് സ്ക്രീൻഷോട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് നേരെ ഡെസ്ക് ടോപ്പിൻ്റെ സ്ക്രീൻഷോട്ടായിരിക്കും വരിക. എന്നിട്ട് ഇതിന്ന് ഏത് ഭാഗമാണോ സ്ക്രീൻഷോട്ട് വേണ്ടത് ആ ഭാഗം നമുക്കിതുപോലെ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇനി സാധാരണ നമ്മൾ മൊബൈൽ ഫോണിലൊക്കെ എടുക്കുന്ന രൂപത്തിൽ സ്ക്രീൻഷോട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ കമ്പ്യൂട്ടറിൽ പ്രിൻ്റ് സ്ക്രീൻ എന്ന് പറഞ്ഞൊരു കീ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. കീബോർഡിൽ പ്രിൻ്റ് സ്ക്രീനിൽ ക്ലിക്ക് ചെയ്യുക. പ്രിൻ്റ് സ്ക്രീനിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം എന്ത് ചെയ്താൽ മതി? ഓക്കെ, പ്രിൻ്റ് സ്ക്രീനിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ വന്ന് ഹോമിൽ പോയിട്ട് ജസ്റ്റ് പേസ്റ്റിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഈ എൻ്റയർ സ്ക്രീനിൻ്റെ സ്ക്രീൻഷോട്ട് നമുക്ക് എന്ത് ചെയ്യും? ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് വരും. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് വേണ്ട ഭാഗത്തിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇൻസെർട്ടിൽ സ്ക്രീൻഷോട്ട് എന്ന ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. അടുത്തത് വരുന്നതാണ് ലിങ്ക്. ഒരു പേജിൽ നിന്നും നമുക്ക് മറ്റൊരു പേജിലേക്ക് ലിങ്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ഹൈപ്പർ ലിങ്ക് അല്ലെങ്കിൽ ലിങ്ക് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ പേജിൻ്റെ ഉള്ളിൽ ഞാൻ ജസ്റ്റ് ഒരു പാരഗ്രാഫ് ആഡ് ചെയ്യുന്നുണ്ട്, എന്നിട്ട് ഈ ഫയൽ ഞാനിവിടെ സേവ് ചെയ്യുന്നുണ്ട്. സേവ് ചെയ്യാൻ ഫയലിൽ പോവുക, അതിനുശേഷം നമുക്കിവിടെ വന്ന് സേവ് എടുക്കുക. എന്നിട്ട് എന്ത് പേരിലാണോ നമുക്ക് സേവ് ചെയ്യേണ്ടത് ആ പേര് കൊടുത്ത് നമുക്ക് എന്ത് ചെയ്യാം? ഈ ഫയൽ ഡാറ്റ എന്ന പേരിൽ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? ഇത് ഡെസ്ക് ടോപ്പിലേക്കായിട്ട് സേവ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഞാനിവിടെ വന്ന് സാധാരണ ചെയ്യുന്ന രൂപത്തിൽ തന്നെ നമുക്കിവിടെ നിന്നൊരു പുതിയൊരു പേജ് ഓപ്പൺ ചെയ്തു. ഇപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത നേരത്തെ ആ ഡാറ്റ എന്നുള്ള പേജിലേക്ക് നമുക്കൊരു ലിങ്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് ഇൻസെർട്ടിൽ പോവുക, അതിനുശേഷം ഇവിടെ വന്ന് ലിങ്കിൽ പോവുക. ഓക്കെ, ലിങ്കിൽ പോയതിന് ശേഷം നമുക്ക് ഏത് പേജിലേക്കാണോ നമുക്ക് ലിങ്ക് കൊടുക്കേണ്ടത് ആ പേജിൻ്റെ പേര് നമുക്കിവിടെ സെലക്ട് ചെയ്യുക. അപ്പോൾ നമ്മളെ ഫയൽ കിടക്കുന്നത് ഡെസ്ക് ടോപ്പിലാണ്, അപ്പോൾ ആ ലൊക്കേഷന് നമ്മളിവിടുന്ന് സെലക്ട് ചെയ്യുക. ഞാനിവിടുന്ന് ഡെസ്ക് ടോപ്പിൽ നിന്നുള്ള ലൊക്കേഷന് സെലക്ട് ചെയ്തു. ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ഡാറ്റ എന്നുള്ള പേരിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ആ ഫയൽ ഇവിടെ ഉണ്ടാവും, അതിൽ ക്ലിക്ക് ചെയ്തൊന്ന് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ആ പേജിൻ്റെ ലിങ്ക് ഇവിടെ വന്നിട്ടുണ്ട്. ഇനി കീബോർഡിൽ കൺട്രോളിലും ഈ ലിങ്കിലും കൂടി ക്ലിക്ക് ചെയ്ത് എസ് അമർത്തിയാൽ നമ്മൾ ഏത് പേജിലേക്കാണോ ലിങ്ക് കൊടുത്തത് ആ പേജ് ഓപ്പൺ ചെയ്ത് വരും. ഇങ്ങനെ ഒരു പേജിൽ നിന്ന് നമുക്ക് മറ്റൊരു പേജിലേക്ക് ലിങ്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ഹൈപ്പർ ലിങ്ക് യൂസ് ചെയ്യുന്നത്. അടുത്തത് വരുന്നതാണ് ബുക്ക് മാർക്ക്. ബുക്ക് മാർക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡോക്യുമെൻറ്റിലെ ഏതെങ്കിലും ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഭാഗം, നമുക്കിഷ്ടമുള്ള ഭാഗത്ത് നമുക്കൊരു അടയാളം വെക്കാൻ വേണ്ടിയിട്ടാണ് ബുക്ക് മാർക്ക് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞാനിതിലേക്ക് ഒരു 30 പാരഗ്രാഫ് ആഡ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഏത് ഭാഗത്താണോ നമുക്ക് ബുക്ക് മാർക്ക് ചെയ്യേണ്ടത് ആ വേർഡ് സെലക്ട് ചെയ്യുക. ഇപ്പോൾ എക്സാമ്പിൾ നമുക്കിവിടെ വന്ന് ഈ കോർഡിനേറ്റഡ് എന്നുള്ള ഭാഗത്താണ് ബുക്ക് മാർക്ക് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അടയാളം വെക്കണമെന്നുണ്ടെങ്കിൽ ആ വേർഡ് സെലക്ട് ചെയ്യുക. എന്നിട്ട് ഇവിടെ വന്ന് ബുക്ക് മാർക്കിൽ പോവുക. എന്നിട്ട് എന്താണോ നമുക്കിതിന് ബുക്ക് മാർക്ക് നെയിമായിട്ട് വേണ്ടത് അത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിതിന് ബുക്ക് മാർക്ക് നെയിം റീഡിംഗ് എന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇവിടെ വന്ന് റീഡിംഗ് എന്ന് ചേർത്ത് കൊടുത്തു. അതിനുശേഷം നമുക്കിവിടെ വന്ന് ആഡിൽ ക്ലിക്ക് ചെയ്യാം. ഇനി പേജിൻ്റെ ഏത് ഭാഗത്ത് നമ്മൾ നിൽക്കുകയാണെങ്കിലും, ഇപ്പോൾ എക്സാമ്പിൾ ഇവിടെയാണ് നിൽക്കുന്നത്, ആ ബുക്ക് മാർക്ക് ചെയ്ത ഭാഗത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ബുക്ക് മാർക്കിൽ പോയതിന് ശേഷം ആ വേർഡ് സെലക്ട് ചെയ്ത് ഗോ ടു അമർത്തിയാൽ നേരെ എന്ത് ചെയ്യും? ആ ലൊക്കേഷനിലേക്ക് പോകും. ഇങ്ങനെ ഏതെങ്കിലും ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഭാഗത്ത് ബുക്ക് മാർക്ക് ചെയ്ത് വെച്ചിട്ട് പെട്ടെന്ന് അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ബുക്ക് മാർക്ക് ഉപയോഗിക്കുന്നത്. ക്രോസ് റെഫറൻസ് എന്നുള്ളത് ഇവിടെ വന്ന് റെഫറൻസിൽ ഇവിടെ വരുന്നുണ്ട്, അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. കമൻറ്റ് എന്ന് വരുന്നത്, കമൻറ്റ് എന്ന ഭാഗം റിവ്യൂവിൽ ഇവിടെ വരുന്നുണ്ട്, അപ്പോഴും നമുക്ക് എന്ത് ചെയ്യാം? ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. ഇനി അടുത്തതായിട്ട് നമ്മളിവിടെ പറയാൻ പോകുന്നത് ഹെഡർ, ഫൂട്ടർ, പേജ് നമ്പർ. ഹെഡർ എന്ന് പറഞ്ഞാൽ എല്ലാ പേജിലും ഒരേ രൂപത്തിലുള്ള ഹെഡിങ് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഹെഡർ യൂസ് ചെയ്യുന്നത്. MS വേർഡിലൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടൂളാണ് ഹെഡർ. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു ഹെഡർ കൊടുക്കുകയാണെങ്കിൽ എത്ര പേജുകളാണോ നമ്മൾ ക്രിയേറ്റ് ചെയ്തത് ആ പേജിലൊക്കെ ഒരേ രൂപത്തിലുള്ള ഹെഡിങ് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയാണ് ഹെഡർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ക്ലിക്ക് ചെയ്യാം. ഇതിൽ കുറേ ഹെഡിങ്ങിൻ്റെ മോഡലുകൾ തന്നിട്ടുണ്ട്. ഇതിൽ ഏത് മോഡലിലെ ഹെഡിങ് ആണോ നമുക്ക് വേണ്ടത് അത് നമുക്ക് ഇവിടുന്ന് സെലക്ട് ചെയ്യാം. അപ്പോൾ ഇതിൽ കുറേ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കുറേ മോഡലുകൾ ഇവിടെ തന്നിട്ടുണ്ട്. ഇത് ഏത് മോഡലിലെ ഹെഡിങ് ആണോ നമുക്ക് വേണ്ടത് അത് നമുക്ക് ഇവിടുന്ന് സെലക്ട് ചെയ്യാം. അപ്പോൾ ഞാൻ സിമ്പിളായിട്ടുള്ള ഈ ഹെഡിങ് സെലക്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഡോക്യുമെൻറ്റിന് എന്ത് ടൈറ്റിലാണോ വേണ്ടത് അത് നമുക്ക് ഇവിടുന്ന് ചേർത്ത് കൊടുക്കുക. അപ്പോൾ എക്സാമ്പിൾ ഇതിൻ്റെ ടൈറ്റിൽ എന്നുള്ളത് ഞാനിവിടെ കമ്പ്യൂട്ടർ എന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്.
കമ്പ്യൂട്ടർ എന്ന് ചേർത്തു. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ വന്ന് ക്ലോസ് ചെയ്യാം. അപ്പോൾ നോക്കൂ, നമ്മൾ ഈ ഫയലിൻ്റെ ഉള്ളിൽ എത്ര പേജ് ഉണ്ടോ അതിൻ്റെയൊക്കെ മുകളിൽ ആ ഹെഡിങ് കമ്പ്യൂട്ടർ എന്ന് വന്നിട്ടുണ്ടാവും. ഇങ്ങനെ എല്ലാ പേജിലും ഒരേപോലുള്ള ഹെഡിങ് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഹെഡർ യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഫൂട്ടർ എന്ന് പറഞ്ഞാൽ എല്ലാ പേജിൻ്റെയും നേരെ താഴെയുള്ള ടെക്സ്റ്റ്, ഏറ്റവും അടിയിലുള്ള ടെക്സ്റ്റ് ഏതാണോ വേണ്ടത് അത് നമുക്ക് ഇവിടുന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാനാണ് ഫൂട്ടർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ എത്ര പേജുകളാണ് വരുന്നത് അതിൻ്റെയൊക്കെ നേരെ താഴെ ഇതുപോലെ ഡിസ്പ്ലേ ചെയ്ത് വരും. ഇനി ഹെഡർ നമുക്ക് വേണ്ട എന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് റിമൂവ് ഹെഡർ കൊടുത്താൽ നമുക്ക് എന്ത് ചെയ്യാം, അത് ഒഴിവാക്കാം. അതേപോലെ ഫൂട്ടർ നമുക്ക് വേണ്ട എന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് റിമൂവ് ഫൂട്ടർ കൊടുത്താൽ നമുക്ക് അത് ഒഴിവാക്കാം. അപ്പോൾ എല്ലാ പേജിൻ്റെയും ഹെഡറും അതേപോലെ തന്നെ ഫൂട്ടറും ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്, അതേപോലെ ആഡ് ചെയ്യാനും വേണ്ടിയിട്ടാണ് ഹെഡറും അതേപോലെ തന്നെ ഫൂട്ടറും യൂസ് ചെയ്യുന്നത്. ഇതേപോലെ തന്നെ നമുക്ക് ഇതിനൊരു പേജ് നമ്പർ ചേർത്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇതിൽ കുറേ പേജ് നമ്പറിൻ്റെ മോഡലുകളുണ്ട്. ടോപ്പ് ഓഫ് ദ പേജ് എന്ന് പറഞ്ഞാൽ എല്ലാ പേജിൻ്റെയും മുകളിലായിരിക്കും പേജ് നമ്പർ വരിക. അതേപോലെ ബോട്ടം ഓഫ് ദ പേജ് എന്ന് പറഞ്ഞാൽ എല്ലാ പേജിൻ്റെയും നേരെ താഴെയായിരിക്കും നമുക്ക് പേജ് നമ്പർ വരിക. അതേപോലെ പേജ് മാർജിൻ എന്ന് പറഞ്ഞാൽ എല്ലാ പേജിൻ്റെയും മാർജിനിലായിരിക്കും പേജ് നമ്പർ വരിക. ഇപ്പോൾ എക്സാമ്പിൾ ഈ മോഡലാണ് സെലക്ട് ചെയ്യണമെങ്കിൽ ഇതിൻ്റെ എല്ലാ പേജിൻ്റെയും മാർജിനിൽ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ടാവും, ആ പേജ് നമ്പർ വന്നിട്ടുണ്ടാവും. ഇപ്പോൾ നമ്മൾ ഹെഡറും ഫൂട്ടറും പേജ് നമ്പർ കൊടുക്കുകയാണെങ്കിലും ആഡ് ചെയ്തതിന് ശേഷം ഇവിടെ വന്ന് ക്ലോസ് ഹെഡർ ആൻഡ് ഫൂട്ടറിൽ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, അപ്പോൾ എത്ര പേജുകളാണ് വരുന്നത് അതിൻ്റെയൊക്കെ മുകളിൽ ഇതുപോലെ അതിൻ്റെയൊക്കെ ഒരു സൈഡിൽ നമ്മളിവിടെ മാർജിനിൽ കൊടുത്തുകൊണ്ടാണ് ഇതിവിടെ വന്നിട്ടുള്ളത്. ഈ മോഡൽ നമുക്ക് ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് റിമൂവ് പേജ് നമ്പർ കൊടുത്താൽ മതി. ഇതിൻ്റെ ഏത് ഭാഗത്ത് വേണമെന്നുണ്ടെങ്കിലും ആഡ് ചെയ്യാം. ടോപ്പ് ഓഫ് ദ പേജ് എന്ന് പറഞ്ഞാൽ എല്ലാ പേജിൻ്റെയും മുകളിലായിരിക്കും. ബോട്ടം ഓഫ് ദ പേജ് എന്ന് പറഞ്ഞാൽ എല്ലാ പേജിൻ്റെയും താഴെയായിരിക്കും. പേജ് മാർജിൻ എന്ന് പറഞ്ഞാൽ മാർജിനിലായിരിക്കും. ഇത് ഏതാണോ വേണ്ടത് അത് ആഡ് ചെയ്യാം. ഓക്കെ, ഇനി കൊടുത്ത് നമുക്ക് റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വേണ്ട എന്നുണ്ടെങ്കിൽ നമുക്കിവിടെ വന്ന് റിമൂവ് പേജ് നമ്പർ ഉപയോഗിച്ചിട്ട് നമുക്ക് ആ പേജ് നമ്പർ ഒഴിവാക്കാവുന്നതാണ്. ഇനി നെക്സ്റ്റ് വരുന്നതാണ് ടെക്സ്റ്റ് ബോക്സ്. നമ്മുടെ ഡോക്യുമെൻറ്റിലേക്ക് വിവിധ രൂപത്തിലുള്ള ടെക്സ്റ്റ് ബോക്സുകളൊക്കെ, ഈ കാണുന്ന ഇതുപോലുള്ള ടെക്സ്റ്റ് ബോക്സുകളൊക്കെ നമുക്കിതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ടെക്സ്റ്റ് ബോക്സ് ഉപയോഗിക്കുന്നത്. ഇതിൽ ഏത് മോഡലിലെ ടെക്സ്റ്റ് ബോക്സ് ആണോ നമുക്കിതിലേക്ക് വേണ്ടത് അത് നമുക്ക് ഇവിടുന്ന് സെലക്ട് ചെയ്യാം. ഇപ്പോൾ ഞാൻ സിമ്പിളായിട്ടൊരു മോഡൽ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ മോഡലിലെ ടെക്സ്റ്റ് ബോക്സ് നമുക്കിവിടെ ആഡായി വന്നിട്ടുണ്ട്. ഇനി ഇത് വേണ്ട, നമുക്കത് ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ സെലക്ട് ചെയ്തതിന് ശേഷം നമുക്കിവിടുന്ന് ഡിലീറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിൽ കുറേ മോഡൽ ടെക്സ്റ്റ് ബോക്സ് ഉണ്ട്. ഇത് ഏത് മോഡലിലെ ടെക്സ്റ്റ് ബോക്സ് ആണോ വേണ്ടത് അത് നമുക്ക് ഇവിടുന്ന് യൂസ് ചെയ്യാവുന്നതാണ്. ഇതിൽ കുറേ മോഡൽ ഓഫ് ടൈപ്പ് ഓഫ് ടെക്സ്റ്റ് ബോക്സ് ഉണ്ട്. ഇതിൽ ഏത് മോഡലിലെ ടെക്സ്റ്റ് ബോക്സ് ആണോ വേണ്ടത് അത് നമുക്ക് ഇവിടുന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ആ ടെക്സ്റ്റ് ബോക്സ് വേണ്ട എന്നുണ്ടെങ്കിൽ സെലക്ട് ചെയ്ത് ഡിലീറ്റ് ചെയ്ത് നമുക്ക് ഒഴിവാക്കാവുന്നതാണ്. അപ്പോൾ അത്തരത്തിൽ ഇതിലേക്ക് ആവശ്യമുള്ള ടെക്സ്റ്റ് ബോക്സുകളൊക്കെ ആഡ് ചെയ്യാനാണ് ടെക്സ്റ്റ് ബോക്സ് യൂസ് ചെയ്യുന്നത്. അതേപോലെ വേർഡ് ആർട്ട് എന്ന് പറഞ്ഞാൽ സെലക്ട് ചെയ്ത ഭാഗം, അതായത് ഏത് ഭാഗമാണോ നമ്മൾ സെലക്ട് ചെയ്തത് ആ ഭാഗത്തിന് നമുക്കൊരു പ്രത്യേക ഡിസൈന് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് വേർഡ് ആർട്ട് യൂസ് ചെയ്യുന്നത്. ഇങ്ങനെ സെലക്ട് ചെയ്ത ഭാഗത്തിന് വേണ്ടിയിട്ട് നമുക്കൊരു പ്രത്യേക ഡിസൈൻ അല്ലെങ്കിൽ സ്റ്റൈൽ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് വേർഡ് ആർട്ട് യൂസ് ചെയ്യുന്നത്. ഇതിട്ട് ഏത് മോഡലാണോ വേർഡ് ആർട്ടിന് വേണ്ടത് അത് നമുക്കിവിടുന്ന് സെലക്ട് ചെയ്യാം. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് സെലക്ട് ചെയ്ത ഭാഗത്തിനൊരു പ്രത്യേക സ്റ്റൈൽ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് വേർഡ് ആർട്ട് യൂസ് ചെയ്യുന്നത്. ഡ്രോപ്പ് ക്യാപ്പ് എന്ന് പറഞ്ഞാൽ ഒരു പാരഗ്രാഫ് തുടങ്ങുമ്പോൾ അതിൻ്റെ ആദ്യത്തെ അക്ഷരം മാത്രം ഇതുപോലെ കുറച്ച് വലിപ്പത്തിലായിട്ട് ഡിസ്പ്ലേ ചെയ്യിപ്പിക്കാനാണ് ഡ്രോപ്പ് ക്യാപ്പ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്ന ആ ടെക്സ്റ്റ് ബോക്സിൻ്റെ ആദ്യത്തെ, അതായത് ഒരു പാരഗ്രാഫ് തുടങ്ങുമ്പോൾ അതിൻ്റെ ആദ്യത്തെ അക്ഷരം മാത്രം കുറച്ച് വലിപ്പത്തിലായിട്ട് നമുക്കിതുപോലെ ഡിസ്പ്ലേ ചെയ്യിപ്പിക്കാനാണ് ഡ്രോപ്പ് ക്യാപ്പ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് നോക്കണം. ഇനി നെക്സ്റ്റ് വരുന്നതാണ് സിഗ്നേച്ചർ ലൈൻ. നമ്മുടെ ഡോക്യുമെൻറ്റിൻ്റെ താഴെ നമുക്ക് സൈൻ ചെയ്യാനുള്ള ഒരു ഏരിയ ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ ഞാൻ കുറച്ച് പാരഗ്രാഫ് ആഡ് ചെയ്തു. അതിനുശേഷം ഞാനിവിടെ വന്ന് സിഗ്നേച്ചർ ലൈനിൽ പോയി ഇവിടെ വന്ന് സജസ്റ്റഡ് സൈനർ, ആരാണോ നമുക്കിതിൽ സൈൻ ചെയ്യേണ്ടത് അവരെ പേര് നമുക്കിവിടെ ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ വന്ന് ഒരു പേര്, ജസ്റ്റ് ഒരു പേര് നമ്മളിവിടെ ചേർത്ത് കൊടുത്തു. അവരുടെ ഡെസിഗ്നേഷൻ എന്താണെങ്കിൽ അത് ചേർക്കാം. ഞാനിവിടെ വന്ന് മാനേജർ എന്ന് ചേർത്തു. എന്നിട്ട് ഇവിടെ വന്ന് ജസ്റ്റ് ഓക്കെയിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇതുപോലെ സൈൻ ചെയ്യാനുള്ള ഒരു ഏരിയ നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്ത് വരും. അപ്പോൾ അത്തരത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സിഗ്നേച്ചർ ലൈന് യൂസ് ചെയ്യുന്നത്. ദെൻ അടുത്തത് വരുന്നതാണ് ഡേറ്റ് ആൻഡ് ടൈം. നമ്മളെ കമ്പ്യൂട്ടറിലുള്ള ഡേറ്റും ടൈമും നമുക്കിതിൻ്റെ താഴെ ഇതുപോലെ നമുക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയാണ് ഡേറ്റ് ആൻഡ് ടൈം ഉപയോഗിക്കുന്നത്. നമ്മളെ കമ്പ്യൂട്ടറിൽ ഏതാണോ ഡേറ്റും ടൈമും വരുന്നത് അത് ഇതിലേക്ക് ജസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാനാണ് ഡേറ്റ് ആൻഡ് ടൈം യൂസ് ചെയ്യുന്നത്. അതേപോലെ ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ഇതേ ആപ്ലിക്കേഷനിൽ നിന്ന് നമുക്ക് മറ്റൊരു ആപ്ലിക്കേഷനിൽ പോയിട്ട് വർക്ക് ചെയ്യാൻ. എക്സാമ്പിൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ എക്സൽ എന്ന ഭാഗം നമുക്ക് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് മൈക്രോസോഫ്റ്റ് എക്സൽ വർക്ക് ബുക്ക് സെലക്ട് ചെയ്ത് ഓപ്പൺ ചെയ്താൽ ആ ഭാഗം നമുക്കിവിടെ ഓപ്പൺ
ചെയ്ത് വരും. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് എക്സലിൻ്റെ ഉള്ളിൽ എന്തൊക്കെ കാര്യങ്ങളാണോ ചെയ്യുന്നത് ആ കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം ഇത് പുറത്ത് ക്ലിക്ക് ചെയ്താൽ ആ എക്സൽ ചെയ്ത ആ ഭാഗത്തുള്ള ഡാറ്റാസുകളൊക്കെ നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്ത് വരും. അപ്പോൾ ഒരേ ആപ്ലിക്കേഷനിൽ തന്നെ നിന്ന് നമുക്ക് മറ്റൊരു ആപ്ലിക്കേഷനിൽ പോയിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒബ്ജക്റ്റ് ഉപയോഗിക്കുന്നത്. അതിൽ തന്നെ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അത് ഡിലീറ്റ് ചെയ്ത് ഒഴിവാക്കാവുന്നതാണ്. ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ മാത്സിൻ്റെ എന്തെങ്കിലും മാത്തമാറ്റിക്കലി എന്തെങ്കിലും ഡോക്യുമെൻറ്റുകളൊക്കെ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഇക്വേഷൻസുകൾ, ഇതുപോലുള്ള ഇക്വേഷൻസുകളൊക്കെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയാണ് ഇക്വേഷന് ഉപയോഗിക്കുന്നത്. അതേപോലെ തന്നെ നമുക്കിവിടെ വരുന്നത് നമുക്കിതുപോലുള്ള സിമ്പിൾസ് ഡോക്യുമെൻറ്റിലേക്ക് ഇതുപോലുള്ള സിമ്പിൾസുകളൊക്കെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളെ കീബോർഡിൽ അവൈലബിൾ അല്ലാത്ത ഇതുപോലുള്ള സിമ്പിൾസുകളൊക്കെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയാണ് സിമ്പിൾസ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് പ്രധാനമായിട്ട് ഇൻസെർട്ടിൽ വരുന്ന ടൂളുകൾ. ഈ ഇൻസെർട്ടിലുള്ള ഓരോ ടൂളും നിങ്ങൾക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്ന വർക്ക് ബുക്കുകളൊക്കെ കറക്റ്റ് ഫോളോ ചെയ്ത് വർക്ക് ചെയ്ത് പ്രാക്ടീസ് ചെയ്തെടുത്താൽ മാത്രമേ നിങ്ങൾക്കത് എങ്ങനെ ഉപയോഗിക്കാം എന്നതിനെക്കുറിച്ച് കറക്റ്റായി മനസ്സിലാവൂ. അപ്പോൾ ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്ന വർക്ക് ബുക്കുകളൊക്കെ കറക്റ്റായിട്ട് നിങ്ങൾ ചെയ്ത് ഞങ്ങൾക്ക് അയച്ചു തരാൻ ശ്രദ്ധിക്കുക. ഓക്കെ, എന്തെങ്കിലും ഡൗട്ടോ അതല്ലെങ്കിൽ കൂടുതലായിട്ട് കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ടീമുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാം.